ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ രാജാക്കന്മാരെ വെല്ലുവിളിക്കുകയും ഒരു ദേശം മുഴുവൻ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തുകയും ചെയ്ത എട്ടുവീട്ടിൽ പിള്ളമാർ. വേണാട്ടിലെ പ്രമുഖരായ 8 നായർ തറവാടുകളിലെ കാരണവന്മാർ ആയിരുന്നു അത്രേ എട്ടുവീട്ടിൽ പിള്ളമാർ. കാലങ്ങളായി രാജ്യഭരണത്തിന് സഹായം ചെയ്തു വന്നവരായിരുന്നു അവർ. ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം. കൊടുമൺ പിള്ള, കഴക്കൂട്ടത്ത് പിള്ള, ചെമ്പഴന്തി പിള്ള, കുളത്തൂർ പിള്ള, രാമനാമടത്ത് പിള്ള, പള്ളിച്ചൽ പിള്ള, വെങ്ങാനൂർ പിള്ള. ഇവരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ. ഇവർ ഏറ്റവും ശക്തരായ ഭൂസമ്പന്നർ ആയിരുന്നു. കൊട്ടാരങ്ങളുടെ അധികാരങ്ങളും നിയന്ത്രണങ്ങളും, അതിലേറെ രാജാവിൻ്റെ ഉത്തരവുകൾ പോലും ഇവരുടെ സമ്മതമില്ലാതെ നടക്കുമായിരുന്നില്ല. രാജ്യത്തിൻ്റെ നികുതിയെല്ലാം അവർ നിശ്ചയിക്കുമായിരുന്നു. ശിക്ഷയും അവർ വിധിക്കും. ഇതായിരുന്നു അവരുടെ നിയമം. ജനങ്ങളുടെ കണ്ണുനീരൊന്നും അവർക്കൊരു വിഷയമേ അല്ലായിരുന്നു. ശ്രീ പത്മനാഭ ക്ഷേത്രം പോലും രാജാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. കാരണം എട്ടുവീട്ടിൽ പിള്ളമാരുടെ ഭരണം ക്ഷേത്രത്തിനകത്തും ഉണ്ടായിരുന്നു. ക്ഷേത്രമക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിച്ച് ഓരോ മാടമ്പിമാരെയും ഏൽപ്പിച്ചിരുന്നു. അതിനാൽ ഇവർ എട്ടുവീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടു. സാധാരണക്കാരായ ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന മാടമ്പിമാരുടെ പതനം രാജ്യത്ത് ഏവരും ആഗ്രഹിച്ചിരുന്നു. എങ്ങും ആഭ്യന്തര കലഹങ്ങളും എവിടെയും കയറി ആധിപത്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന യൂറോപ്യന്മാർ എല്ലാം കൂടി ചേർന്ന കലുഷിതമായ ഒരു സാഹചര്യവും കൂടിയുള്ള കാലഘട്ടമായിരുന്നു അത്. രാജഭരണം എന്ന പേരുണ്ടെങ്കിൽ പോലും കേന്ദ്രീകൃത ഭരണം ഇല്ലാതെ നാടുവാഴിത്ത വ്യവസ്ഥിതി നിറഞ്ഞു നിന്നിരുന്നു. ഇത്തരത്തിലുള്ള തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന അതിശക്തനായ യുവരാജാവ് ഇവിടെ ഉയർന്നു വന്നത്. എട്ടുവീട്ടിൽ പിള്ളമാരിൽ പ്രധാനികൾ കഴക്കൂട്ടത്ത് പിള്ളയും രാമനാമടത്തിൽ പിള്ളയും വെങ്ങാനൂർ പിള്ളയുമായിരുന്നു. 1697 എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിൽ വൈദീശ്വര ശക്തികൾക്കെതിരെ പടനയിക്കുകയും 1921 ബ്രിട്ടീഷുകാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആറ്റിങ്ങൽ കലാപത്തിൽ നായർ സൈന്യം വഹിച്ച പങ്ക് തിരുവിതാംകൂർ ചരിത്രത്തിൽ തന്നെ പ്രധാന നാഴികക്കല്ലുകളിൽ ഒന്നാണ്. 1741 ജൂലൈ 31 ഡച്ചുകാരുമായി നടന്ന യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ വിജയം നേടി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈദീശ്വര ശക്തിക്കെതിരെ ഒരു നാട്ടുരാജ്യം വിജയം കൈവരിക്കുന്നത്. ഇത് മഹാരാജാവിനെ കൂടുതൽ ശക്തനാക്കുകയും എട്ടുവീട്ടിൽ പിള്ളമാർക്കെതിരെ തിരിയാൻ പ്രേരകമാവുകയും ചെയ്തുവത്രേ. രാജ്യത്തിൻ്റെ പ്രബല ശക്തികൾ പിള്ളമാരും മാടമ്പിമാരും ആയിരുന്നെങ്കിലും പിള്ളമാരെ നിലനിർത്തിക്കൊണ്ടുള്ള ഭരണം രാജ്യത്ത് സാധ്യമാകില്ല എന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് അറിയാമായിരുന്നു. പക്ഷേ ആധുനിക തിരുവിതാംകൂർ കെട്ടിപ്പടുക്കുവാൻ പിള്ളമാരുടെ സഹായം കൂടിയേ കഴിയുമായിരുന്നുള്ളൂ. ആദ്യം ഒരു ചെറിയ രാജ്യമായിരുന്ന വേണാട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ശക്തമായ ഭരണത്തിലൂടെ വികസിച്ച് തിരുവിതാംകൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യമായി മാറി. തിരുവിതാംകൂർ എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പേരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നത്. നമുക്കറിയാം, അമ്മാവനായ രാമവർമ്മ മഹാരാജാവിനെ പിന്തുടർന്നാണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുന്നത്. ആ അധികാരത്തിനായി പപ്പുതമ്പിയുടെയും ഇളയ തമ്പിയുടെയും നീക്കങ്ങളും കൂടി ഉണ്ടായിരുന്നു. ആ സമയം തിരുവിതാംകൂർ ആകെ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലുമായിരുന്നു. അതിനെ മാർത്താണ്ഡവർമ്മ ധീരമായി നേരിടുകയും ആ പ്രശ്നങ്ങളെയെല്ലാം തന്നെ തകർത്തു കളഞ്ഞ് വിജയം നേടുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരിക്കൽ മാടമ്പിമാരും എട്ടുവീട്ടിൽ പിള്ളമാരും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. അതായത്, അവിടെ ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ ആറാട്ട് ഘോഷയാത്ര നടക്കുമ്പോൾ കാൽനടയായിട്ടായിരിക്കും രാജാവ് മുന്നിലുണ്ടാവുക. അന്നേ ദിവസം എട്ടുവീട്ടിൽ പിള്ളമാരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ യോഗക്കാരിൽപ്പെട്ട 4 പ്രഭുക്കളായ മൂത്തേടത്ത് പണ്ടാരവും ഏഴുംപാല പണ്ടാരവും ഏഴുംപിള്ള പണ്ടാരവും അവരോടൊപ്പം കൂടണമെന്ന് തീരുമാനിച്ചു. ആറാട്ടിൽ പങ്കെടുക്കാനെന്ന ഭാവത്തിൽ ഇവരെല്ലാവരും അവരവരുടെ സായുധ സേനയെയും പങ്കെടുപ്പിക്കണമെന്ന് നിശ്ചയിച്ചു. ഇവരുടെ ഉദ്ദേശം മഹാരാജാവിനെ വധിക്കുക എന്നതായിരുന്നു. അവരുടെ പദ്ധതി ഇങ്ങനെയായിരുന്നു. അതായത്, ആറാട്ട് ദിവസം നടക്കുമ്പോൾ പ്രതിമയെ കടലിൽ സ്നാനം നടത്തി പതിവനുസരിച്ച് പൂജാവിധികൾ നടത്തുന്ന അവസരത്തിൽ രാജാവ് അടുത്തുള്ള കൊട്ടാരത്തിൽ വിശ്രമിക്കുമ്പോൾ സായുധ പട്ടാളക്കാരിൽ കുറെ പേർ പെട്ടെന്ന് ചാടി വീണ് മഹാരാജാവിനെ വധിക്കണമെന്നും പ്രഭുക്കന്മാരാരും ഇതൊന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിൽ നിൽക്കണമെന്നും അഥവാ രാജാവിൻ്റെ കാവൽഭടന്മാർ സംഘടനത്തിന് ഒരുമ്പെട്ടാൽ മറ്റുള്ളവരെല്ലാം
ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാകണമെന്നുമായിരുന്നു പ്ലാൻ. ഈ തീരുമാനങ്ങളെല്ലാം ഒരു ഓലയിൽ എഴുതി ആവശ്യമായ കോപ്പികളും എടുത്ത് യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന മാടമ്പിമാരുടെ അറിവിലേക്കായി കൊടുത്തയക്കുകയുണ്ടായി. ഇത് പരമരഹസ്യമായിരിക്കുവാൻ വേണ്ടി സന്ദേശവാഹകന്മാരുടെ ചെരുപ്പിൻ്റെ തുകിലിനുള്ളിലാക്കിയാണ് ഓലകൾ കൊടുത്തുവിട്ടത്. എന്നാൽ പിള്ളമാരിൽ വെങ്ങാനൂർ പിള്ളയുടെ സേവകനായ ഒരു പണ്ടാരൻ അവരോടൊപ്പം ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നു. അത് മഹാരാജാവിൻ്റെ ചാരന്മാരിൽ ഒരാളായിരുന്നു. അങ്ങനെ യോഗം അവസാനിച്ച് അവരെല്ലാം പിരിഞ്ഞ ഉടനെ ഭണ്ഡാരൻ പുറത്തിറങ്ങി. രാജാവിൻ്റെ വിശ്വസ്തരിൽ ഒരാളായ മറ്റൊരു ചാരനോട് താൻ കേട്ട വിവരങ്ങൾ അത്രയും പറഞ്ഞു. നേരം പുലർന്നപ്പോഴേക്കും ഈ അസാധാരണമായ വാർത്ത മഹാരാജാവ് അറിഞ്ഞു. ഉടനെ തന്നെ ഓലയുമായി പുറപ്പെട്ട സന്ദേശവാഹകന്മാരെ പിടിച്ചുകെട്ടി കൊണ്ടുവരുവാൻ ഭടന്മാരോട് രാജാവ് പറഞ്ഞു. ഭടന്മാർ അവരിൽ 2 പേരെ കണ്ടുപിടിക്കുകയും അവരുടെ ചെരുപ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഓലകൾ കണ്ടെത്തുകയും ചെയ്തു. വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ ഭടന്മാർ അവരെ രാജസന്നിധിയിൽ ഹാജരാക്കി. ഗൂഢാലോചനയിൽ നടന്ന എല്ലാ വിവരങ്ങളും അവരിൽ നിന്നും ലഭിച്ചു. ഓലയിൽ എഴുതിയിരുന്നതും അതേ വിവരങ്ങൾ തന്നെ ആയിരുന്നു അത്രേ. ഈ സംഭവ വികാസത്തിൽ രാജാവ് പരിഭ്രാന്തനായെങ്കിലും ഉടനെ ഒരു നടപടി സ്വീകരിക്കുവാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. പിടിക്കപ്പെട്ട 2 പേരെയും കൊട്ടാര ജയിലിൽ രഹസ്യമായി പാർപ്പിച്ചു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയുധ വിദ്യാഭ്യാസം നേടിയ പടനായകൻ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഭയമില്ലായ്മയും ആത്മവീര്യവുമൊക്കെ അദ്ദേഹത്തിന് കൈമുതലായിട്ട് ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് നേരെയുണ്ടായ ഗൂഢാലോചനയും അതിൻ്റെ ഉത്ഭവവും കണ്ടുപിടിച്ച് അതിനെ ഉന്മൂലനം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി പ്രഭുക്കന്മാരുടെയും മാടമ്പിമാരുടെയും ചലനങ്ങളെ നിരീക്ഷിക്കുവാൻ അദ്ദേഹം രഹസ്യമായി പട്ടാളത്തെ ഏർപ്പാടാക്കുകയും തൻ്റെ വിശ്വസ്തനായ രാമയ്യൻ്റെ സഹായത്തോടുകൂടി നല്ലൊരു വിഭാഗം കാലാൾപ്പടയെയും കുതിരപ്പടയെയും ആറാട്ട് ദിവസം ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുവാൻ തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. അങ്ങനെ ഉത്സവം ആരംഭിച്ചു. ആറാട്ട് ദിവസം ബിംബത്തിൻ്റെ മുന്നിലും പിറകിലുമായി ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പട്ടാള അകമ്പടിയോടുകൂടിയാണ് ആറാട്ട് തുടങ്ങിയത്. ഇത്തരം സങ്കീർണങ്ങൾ കണ്ടതോടുകൂടി മുൻകൂട്ടി തീരുമാനിച്ച പദ്ധതി നടപ്പിലാക്കുവാൻ ഒറ്റപ്രഭുവിനും ധൈര്യം വന്നില്ല. ആറാട്ട് ഘോഷയാത്ര കഴിഞ്ഞതോടുകൂടി തൻ്റെയും തൻ്റെ തലസ്ഥാനത്തിൻ്റെയും സംരക്ഷണത്തിനു വേണ്ടി രാജാവ് തൻ്റെ പട്ടാളത്തെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി കാവൽ നിർത്തുകയുണ്ടായി. അതിനുശേഷം രാജാവ് നാഗർകോവിൽ എന്ന സ്ഥലത്തുള്ള കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ആയിരിക്കുമ്പോൾ തൻ്റെ പഴയ ശത്രുക്കളെയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന കുഞ്ചുതമ്പികളെയും ഇല്ലാതാക്കാം. ഇതായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ നീക്കത്തിൻ്റെ പിറകിലുള്ള ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ പ്രത്യേകമായ ഒരു അടയാളം ലഭിക്കുന്ന അവസരത്തിൽ ഈ പ്രഭുക്കന്മാരെയും മാടമ്പിമാരെയും രഹസ്യമായി തടവുകാരാക്കാനുള്ള നിർദ്ദേശവും കൂടി രാമയ്യന് രാജാവ് നൽകിയിരുന്നു. മാത്രവുമല്ല, എല്ലാ ദിക്കിലും ഈ അടയാളം കൊടുക്കുവാൻ വേണ്ടി പട്ടാളക്കാരെ ഒരു നിശ്ചിത ദൂരങ്ങളിൽ നിർത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ മഹാരാജാവ് ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കുവാനായി പപ്പുത്തമ്പി വരുന്നത് കണ്ടു. പെട്ടെന്ന് തന്നെ രാജാവ് താഴേക്ക് വന്നു പപ്പുത്തമ്പിയെ കയറ്റി വിടരുതെന്നും അതിക്രമിച്ച് കയറിയാൽ വെട്ടി നുറുക്കണമെന്നും കാവൽപ്പടന്മാരോട് നിർദ്ദേശിച്ചു. പപ്പുത്തമ്പി അകത്തേക്ക് കടന്ന് മുകളിലേക്ക് പ്രവേശിക്കുവാനൊരുങ്ങി. മുൻ രാജാവിൻ്റെ മകനെന്ന നിലയിൽ അനുവാദം വാങ്ങാതെ തന്നെ മഹാരാജാവിനെ മുഖം കാണിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടായിരുന്നു. എന്നാൽ കാവൽക്കാർ അതിന് അനുവദിച്ചില്ല. അനുവാദമില്ലാതെ കടത്തിവിടില്ലെന്ന് കാവൽപ്പടന്മാർ ശഠിച്ചു. പപ്പുത്തമ്പിക്ക് പ്രയാസവും അരിശവും വന്നു. അതിൻ്റെ ഫലമായി വാക്കുതർക്കവും സംഘടനവും നടന്നു. പപ്പുത്തമ്പി വാളൂരി കാവൽക്കാർക്ക് നേരെ വീശി. ആ സമയം പല സൈഡുകളിൽ നിന്നും നിരവധി വെട്ടുകൾ പപ്പുത്തമ്പിയുടെ കഴുത്തിലും കയ്യിലും തലയിലും കൊണ്ട് അദ്ദേഹം അതിവേഗം മരിച്ചു വീണു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാമൻ തമ്പി ഈ ദുഃഖകരമായ സംഭവങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. മുറിപ്പെട്ട് കിടക്കുന്ന തൻ്റെ സഹോദരനെ രക്ഷിക്കുവാനോ അതിന് കാരണക്കാരായ കാവൽക്കാരെ നേരിടുവാനോ നിൽക്കാതെ തൻ്റെ ഊരിയ വാളുമായി രാജാവിനെ ലക്ഷ്യമാക്കി ഓടിക്കയറി. മഹാരാജാവാണെങ്കിലോ ചുവടെ നടക്കുന്നതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. മുകളിലേക്ക് വന്ന രാമൻ തമ്പി രാജാവിനെ കണ്ടു. തമ്പി പെട്ടെന്ന് തന്നെ രാജാവിനെ ലക്ഷ്യമാക്കി വെട്ടിയെങ്കിലും രാജാവിന് ആ വെട്ട് കൊണ്ടില്ല. നിമിഷ നേരം കൊണ്ട് രാജാവ് ചാടി വീണ് രാമൻ തമ്പിയുടെ കയ്യിൽ നിന്നും വാൾ പിടിച്ചു വാങ്ങി അദ്ദേഹത്തെ വെട്ടി വീഴ്ത്തി. എന്നിട്ടോ രാജാവിൻ്റെ അരയിൽ നിന്നും ഊരിയ കടാര കൊണ്ട് രാജ്യദ്രോഹിയായ രാമൻ തമ്പിയുടെ നെഞ്ചിൽ കുത്തിയിറക്കി. അങ്ങനെ തമ്പിമാരെ ഇല്ലാതാക്കി. അതിനുശേഷം ഓരോ പ്രഭുവിനോടും മാടമ്പിമാരോടും തനിക്കെതിരായി കൊടുത്തിട്ടുള്ള ആരോപണങ്ങൾക്ക് ഉത്തരം പറയാൻ ആജ്ഞാപിച്ചു. എല്ലാം അറിഞ്ഞ ശേഷം കൽക്കുളത്ത് നിന്നും വടക്കു പടിഞ്ഞാറായി കിടക്കുന്ന
മുഖമണ്ഡപം എന്ന സ്ഥലത്ത് വെച്ച് ഇവരിൽ 42 പേരെ തൂക്കിക്കൊല്ലുകയും മാടമ്പിമാരുടെയും എട്ടുവീട്ടിൽ പിള്ളമാരുടെയും ഒക്കെ വംശനാശം തന്നെ നടത്തണമെന്ന് തീരുമാനിക്കുകയും അതിനായി അദ്ദേഹം അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും തുറയിലെ മുക്കുവർക്ക് വിൽക്കുകയും ചെയ്തു. അതിനുശേഷം ഇവരുടെ വീടുകളും സ്ഥലങ്ങളും കണ്ടുകെട്ടുകയും അവയെല്ലാം പൊളിച്ച് ആ സാധനങ്ങൾ കൊണ്ട് ക്ഷേത്രവളപ്പിൽ അമ്പലത്തിനോട് ചേർന്ന് കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ മുഴുവൻ ഭരണവും ഏറ്റെടുത്തു. ഭരണ ചുമതല ഏറ്റെടുത്തതോടെ മാർത്താണ്ഡവർമ്മ ആദ്യമായി ചെയ്തത് തൃപ്പടിദാനം ആയിരുന്നു. അതായത് രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിക്കുക എന്ന ചടങ്ങ്. എട്ടുവീട്ടിൽ പിള്ളമാർ മരിച്ചു കഴിഞ്ഞിട്ടും അവരുടെ പ്രതികാരം അവസാനിച്ചില്ല. ശേഷക്രിയകൾ ചെയ്യാൻ പിന്മുറക്കാറില്ലാത്തതിനാൽ അവർ ദുർമൂർത്തികളായി രൂപപ്പെട്ടു. ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും അർദ്ധരാത്രിയാകുമ്പോൾ അവരുടെ ദുരാത്മാക്കൾ താവളം വിട്ടിറങ്ങും. അവരുടെ തേർവാഴ്ച കടപ്പുറം മുതൽ പടിഞ്ഞാറേ കോട്ട വരെയായിരുന്നു. ശ്രീ പത്മനാഭനെ ഭയമായിരുന്നതിനാൽ കോട്ടയ്ക്കകത്തേക്ക് കടക്കുമായിരുന്നില്ല. അവറ്റകളുടെ സഞ്ചാരപഥത്തിനിടയിൽ ആരെയെങ്കിലും കണ്ടാൽ അവരെ വധിക്കുകയാണ് ഇവരുടെ വിനോദം. ഇവറ്റകളുടെ അട്ടഹാസങ്ങൾ കേട്ട് ജനങ്ങൾ സഹികെട്ടു. അവർ രാജാവിന് മുന്നിൽ പരാതികൾ സമർപ്പിച്ചു. ഇവറ്റകളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണമെന്ന് രാജാവ് തീരുമാനിച്ചു. അതിനാൽ അവരെ എവിടെയെങ്കിലും കുടിയിരുത്തുവാനായിരുന്നു രാജാവിൻ്റെ ശ്രമം. അതിനുവേണ്ടി രാജാവ് പല മന്ത്രവാദികളെയും വരുത്തി പല ക്രിയകളും നടത്തി. എന്നാൽ അതൊന്നും ഫലവത്തായില്ല. അത്തിപ്പറ്റ നമ്പൂതിരി ഈ ആത്മാക്കളെ കുടത്തിൽ ആവാഹിച്ചെങ്കിലും പരാക്രമികളായ ഇവർ കുടം പൊട്ടിച്ച് ചാടുകയാണുണ്ടായത്. എന്തു ചെയ്യണമെന്നറിയാതെ രാജാവ് വിഷണ്ണനായി. അവസാനം ചങ്ങനാശ്ശേരിയിലെ കുമാരമംഗലം മലയിലെ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ഈ ആത്മാക്കളെ കുടത്തിലൊതുക്കിയത്. അവരെ കുടിയിരുത്താൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വെട്ടിയാട്ട അമ്പലം ഏറ്റവും നല്ല സ്ഥലമായിരുന്നു. ഈ വെട്ടിയാടാണ് പിന്നീട് വേട്ടടി അമ്പലമായി തീർന്നത്. ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മനുഷ്യക്കുരുതി ഉണ്ടായിരുന്ന ഈ അമ്പലത്തിന് സമീപം ആരും പോകാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ശാന്തിക്കാർ പോലും 1-2 തവണ മാത്രമേ അവിടെ പോകുമായിരുന്നുള്ളൂ. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആത്മാക്കളെ അവിടെ കുടിയിരുത്തിയതിന് പുറമെ തിരുവിതാംകൂർ രാജാക്കന്മാർ ചങ്ങനാശ്ശേരിയിലെ മണ്ണിൽ ചവിട്ടരുത് എന്ന ഒരു വിധിച്ചാർത്തും കൂടി ഉണ്ടായിരുന്നു. അതറിയുമ്പോഴാണ് എട്ടുവീട്ടിൽ പിള്ളമാർക്ക് രാജാവിനോടുള്ള ശത്രുതയുടെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ബോധ്യമാവുക. എന്നാൽ ശ്രീ ചിത്തിര തിരുനാളും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ചങ്ങനാശ്ശേരിയിൽ വരികയുണ്ടായത്രേ. തിരുവിതാംകൂർ രാജവംശം നശിപ്പിക്കുവാൻ എട്ടുവീട്ടിൽ പിള്ളമാർ ശ്രമിച്ചതായി ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് വലിയ ശാലയിലെ കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശ്മശാന ശിവനെ പ്രതിഷ്ഠിച്ചത്. ആ ക്ഷേത്രത്തിനടുത്താണ് തൈക്കാട് ശ്മശാനവും കിള്ളിയാറും. ഏതായാലും ചരിത്ര സത്യത്തിനു മുന്നിൽ നാം ഇന്ന് സാക്ഷികളാകുന്നു. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആത്മാക്കളെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമെന്ന് അമ്പലത്തിന്റെ അധികാരപരിധിയിലല്ല. കാരണം പുരാവസ്തു ഗവേഷണ വകുപ്പ് ഇത് ഏറ്റെടുത്തിട്ട് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഏവർക്കും കാരുണ്യവർഷം ചൊരിയുന്ന വേട്ടടി അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാനും എട്ടുവീട്ടിൽ പിള്ളമാരെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലം കാണുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.